അഫ്ളലു യാ റസൂലല്ലാഹ്, സ്വതക്ക ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഏതാണെന്ന് മുത്തു നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ റമളാന്റെ സ്വതക്കയാണ്. റമളാൻ മാസത്തിൽ കൊടുക്കുന്ന സ്വതക്കയ്ക്ക് ശ്രേഷ്ഠത കൂടൂല എന്ന് നബി തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള മാസം കൊടുക്കുമ്പോ കിട്ടുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടി റമളാൻ മാസത്തിൽ കൊടുത്താൽ കിട്ടും. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ആ മാസം സ്വതക്കയ്ക്ക് വേണ്ടി, സകാത്തിന് വേണ്ടി സമുദായം തിരഞ്ഞെടുത്തുകൊണ്ട് പരിഗണിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അതിനു മുമ്പ് മരണപ്പെട്ടു പോയാൽ വർഷം തികഞ്ഞ മുതലിന്റെ സകാത്ത് കൊടുത്തില്ലെങ്കിൽ, കണക്ക് തികഞ്ഞ സ്വത്തിന്റെ സകാത്ത് കൊടുത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. നമ്മുടെ നാട്ടിലുള്ള അർഹതപ്പെട്ടവർക്ക്, കുടുംബത്തിലുള്ള അർഹതപ്പെട്ടവർക്ക് പരിഗണന കൊടുത്തുകൊണ്ട് സഹായിക്കാൻ ഞാനും നിങ്ങളും മനസ്സ് വെക്കണമെന്നറിയിച്ചുകൊണ്ട് നാലാമത്തെ വിഭാഗത്തിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പരലോകത്ത് മഹ്ശറാവൻ സഭയിൽ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന നാലാമത്തെ വിഭാഗത്തിന്റെ കോലമെങ്ങനെയാ. വായുവിലൂടെ രക്തമിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവരാ. നിരക്കാതെ നിൽക്കാതെ വാക്യകത്തോട് രക്തമിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാ. ഇവരാരാണ് നബിയേ? ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ വാക്യകത്തോടെ രക്തമിങ്ങനെ ഒഴുകിക്കൊണ്ട് വരുന്നവരാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഹൗലാഇല്ലദീന കദബൂ ഫിൽ ബൈഇ വശ്ശറാ. കൊടുക്കല് വാങ്ങല്, കച്ചവടം നടത്തൂലോ, വസ്തു കച്ചവടം, അതുപോലെ മാർക്കറ്റിലും കമ്പോളത്തിലും മത്സ്യക്കച്ചവടം, മൊബൈൽ കച്ചവടം, തുണിക്കച്ചവടം, ഇതൊക്കെ നടത്തുമ്പോൾ കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്തവരാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇന്നലത്തെ പത്രത്തിൽ ഞാൻ കണ്ടതാ, തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 1500 വ്യാജ സീഡികൾ പിടിച്ചു. വ്യാജ സീഡി പിടിച്ചത് പോട്ടെ, അവരിപ്പോ എത്ര പിടിച്ചാലും ഇത്തിരി 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ രംഗത്ത് വരും, വീണ്ടും ഒരു സീഡിയൊക്കെ ഇറക്കും. ഭീമാപ്പള്ളിക്കാരുടെ കളിയൊന്നും വേണ്ട. പക്ഷേ സർവ്വസാധനവും ഉമ്മായും മാപ്പായും അല്ലാത്ത സകല സാധനവും ഭീമാപ്പള്ളിയിലും കിട്ടും, കുന്നംകുളത്തും കിട്ടും. കുന്നംകുളത്തും കിട്ടും, മോശമൊന്നുമല്ല. നോക്കിയാന്ന് എഴുതിയ മൊബൈൽ തന്നെ കിട്ടും. കണ്ടാൽ 25,000 പുറത്ത് വില വരും. പക്ഷേ 1200 രൂപയ്ക്ക് 3 കിട്ടും. അത് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് പള്ളിയിലെ മൊയിലായി പാവപ്പെട്ട മഞ്ഞു പറയും, മുത്തവരിതിന് ഉരുളവസാറ് മാത്രം കണ്ട മൊയിലാരിക്ക് തൊഴിൽ പറയും. കൊണ്ടുവന്നിട്ട് പറയും, ഉസ്താറെ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊടുത്ത സൂപ്പർ സാധനമാണ്. ബെല്ലങ്ങോട്ട് കേട്ടാവുണ്ടല്ലോ 100 പഞ്ചായത്ത് മെമ്പർമാർ ഒരുമിച്ച് കിടും. അത്രയ്ക്ക് മുത്തവിശാലത്താണ്. അതിനകത്തെറ്റ് എങ്ങനെയാ മൈക്കോർഡർ എടുത്തിട്ട് ഓണാക്കാൻ പറ്റുള്ളൂ ചില സെറ്റൊക്കെ. അങ്ങനത്തെ സെറ്റ് കൊണ്ടൊന്നും മൊയിലാരിക്ക് പറയാം. മൊയിലാരിക്ക് ആകെ 1500 ശമ്പളം. അപ്പൊ എല്ലാ മൊയിലാക്കന്മാരും വലിയ സെറ്റ് വെച്ചുകൊണ്ട് നടക്കണമെങ്കിൽ ഈ മൊയിലാരി വിചാരിക്കും, അല്ലാഹുവേ ഞാനെന്തിനാ കുറയ്ക്കണേ, എന്റെ മെമ്പറൊന്നും സങ്കടമല്ലേ, ഞാൻ മാത്രം ഞെക്കിയ 4 ഞെക്കുമ്പോ 3 കാരണം, 4 ഞെക്കുമ്പോ 3 ഞെക്കുമ്പോ 3 പോങ്ങ, പിന്നെ 2 ഞെക്കണ്, മെസ്സേജ് ഞെക്കുമ്പോ പാട്ട് ഞെക്കണ്, ഡിസ്കോ അടിക്കുമ്പോ കോള് വരണം, ആകെ വെള്ളോ. അത് കൊടുത്തിട്ട് നല്ല ഒരു സെറ്റ് വേണോ എനിക്ക്. അങ്ങനെ ഇവന്റെ അടുത്ത് പറയും, എത്ര രൂപയാവും സാറേ? 25,000 രൂപ എനിക്കിപ്പോ കൊടുത്താൽ കിട്ടും. പൈസക്കൊന്നും എനിക്ക് ആവശ്യമില്ല, നിങ്ങളോടുള്ള സ്നേഹമാണ്, 10,000 രൂപ തന്നാ. അല്ലാഹു ശരി പറയും, നിനക്കുള്ള ആയുസ് എത്തണം മോനെ, നീ എനിക്ക് എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നലോടാ, ഇനിയും ഇതുകൊണ്ട് സാധനം വരുമ്പോ കൊണ്ടുവരണം കേട്ടോ. 10,000 രൂപയല്ലേ? സെക്രട്ടറി എടുത്ത് പറയും, 3 മാസത്തെ ശമ്പളം എനിക്ക് നേരത്തെ വേണം. അത് വാങ്ങിയിട്ട് പാവപ്പെട്ട കൊടുത്ത് സുബ്ഹാനല്ലാഹ് 10,000 സെറ്റ്. അവസാനം അവനും അവന്റെ മക്കളും കൂടെ കയറി ഇരുന്നാലും ചുറ്റിലായി. ആ രീതിയിലുള്ള സെറ്റ് കൊടുത്ത് മറ്റോ പോയി. എന്തൊരവസ്ഥ! ഇന്നിനി ആകെ നമ്മുടെ നാട്ടിൽ മൊത്തവും അത് പടർന്നു. കച്ചവടം നല്ലതാണ്. കച്ചവടക്കാരെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കി, പലിശയുള്ള ഹറാമാണ്. കച്ചവടം നല്ലത് ഇരിക്കട്ടെ, നിലനിൽക്കട്ടെ. പക്ഷേ കച്ചവടത്തിൽ കവടമുണ്ടാക്കാൻ പാടില്ല. റാഫിനടിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? പടി വെച്ച് പിടിപ്പിക്കാൻ പാടില്ല. 2.5 കിലോ 5 കിലോ സാധനം അങ്ങോട്ട് തൂക്കി കൊടുക്കുമ്പോ 4 കിലോ ഉണ്ടാവുള്ളൂ. 1 കിലോ പടി ഇതിന്റെ അടിയിൽ നിന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുക. കാലത്തടമ്പിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല സുഖമായിരിക്കും. ദാടിയൊക്കെ ട്രാഫിക് കിടന്ന് തൂങ്ങുക. എന്നാലും കൊടുക്കണത് ഈ കോലത്തിലാണ്. അള്ള നിന്റെ താടി കണ്ട് മയങ്ങൊന്നും വിചാരിക്കണ്ട. അള്ള പിടിക്കൊരറ്റപ്പിടി. പ്രാസിന്റെ കൊളുത്ത് പോലെ അള്ള തൂക്കിയെടുക്കും. പാവപ്പെട്ടവരെ പറ്റിക്കാനും വഞ്ചിക്കാനും നിന്നാൽ
നിങ്ങൾ ആലോചിക്കണം സഹോദരങ്ങളെ, എത്രയോ കച്ചവടക്കാരുണ്ട്. അതുപോലെ വസ്തുക്കച്ചവടക്കാർ കള്ളം പറഞ്ഞുകൊണ്ടുള്ള കച്ചവടം നമുക്ക് വേണം. അള്ളാഹ് ഞാൻ കഴിഞ്ഞ മാസം അവന്റെ കാശ് കൊണ്ട് ഉറപ്പിച്ചാണ്, നീ എന്താ പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ കച്ചവടം കൊണ്ട് ഉറപ്പിച്ച് എഴുതി അങ്ങോട്ട് കൊടുത്ത് പഞ്ചായത്തിലുള്ള രജിസ്റ്റർ ഓഫീസിലെ മറ്റുമൊക്കെ കൈക്കൂലി കൊടുത്ത് എല്ലാവരും സോപ്പിട്ട് റെഡിയാക്കി കള്ളം പറഞ്ഞുകൊണ്ട് വസ്തു പതിപ്പിച്ചെടുക്കുന്ന അതിനും പാടില്ല. വസ്തുക്കച്ചവടമൊക്കെ നടത്തിക്കോ. ഇതെല്ലാവരും വസ്തുക്കച്ചവടം, പ്രത്യേകിച്ച് ഉസ്താദുമാരൊക്കെ വസ്തുക്കച്ചവടത്തിന്റെ മെയിൻ ആൾക്കാരായി മാറിയിരിക്കുക. ഉസ്താദുമാരൊക്കെ എങ്ങനെയാണ് വസ്തുക്കച്ചവടത്തിന് കാരണത്തെ നടക്കൂല. പ്രിയപ്പെട്ടവരെ, 2500 ശമ്പളം കൂടാത്ത ആ വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു വൈകാരി ഒരു പള്ളിക്കന്റെ ചോദിച്ചതാ, ബാങ്ക് വിളിക്കാണ്ട് നിങ്ങൾ എത്ര കൊടുക്കും? 2500 ചോദിച്ചു. ഈ ഹൗസും ബാത്റൂം ഒക്കെ കഴിവണമായിരുന്നു. 2500. 5000. ഖത്തീവിന് എത്ര കൊടുക്കും? ഖത്തീവിന് 7000. 7000, 12,000 എല്ലാം ഞാൻ ചെയ്തോളാം. മൊത്തം എനിക്ക് തന്നു. ആകെ ബുദ്ധിമുട്ടാണ്. മൂപ്പര് എന്നെ ബാങ്ക് വിളിക്കും, മൂപ്പര് എന്നെ വാങ്ങ് കൊടുക്കുന്നത് ആ തെരക്കൊടുങ്ങി പറഞ്ഞു വേണം. കാരണം ദാരിദ്ര്യമാണ്. ബാത്റൂം 11 മണി, വെള്ളിയാഴ്ച 10 മണിയാകുമ്പോൾ കൈയൊക്കെ കൊണ്ട് കൊടുത്ത് കള്ളിത്തുണിയൊക്കെ കൊടുത്ത് പഞ്ഞിലൊക്കെ ഇട്ട് ബാത്റൂമൊക്കെ കഴുകി ഹത്തീവുണ്ടോ? ഞാൻ പറഞ്ഞു 1 മണിയാകുമ്പോൾ റൂമിലുണ്ടാവും, ഞാൻ വൃത്തിയാക്കട്ടെ. അങ്ങനെ ഒക്കെ വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി ഈ ശമ്പളം കൂടി വാങ്ങാൻ. കാരണം ഈ സംഘാടകരോട് കമ്മിറ്റിക്കാരോട് പറഞ്ഞ അവര് പറയും, ഗുരുവാരെ നമുക്കിത് വേണ്ടേ കൊടുക്കാം, നിങ്ങൾ പറഞ്ഞിട്ടും പോയാൽ മതി, എത്ര കാര്യങ്ങൾ നോക്കണം, ഒരു മാലിൽ എന്തെല്ലാം നടക്കണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ പരലോകത്ത് വരുന്ന, അല്ലാഹുവിന്റെ പരലോകത്ത് വരുന്ന 4ാമത്തെ വിഭാഗമാരാ? വായിലൂടെ നാവിലൂടെ രക്തമിങ്ങനെ ഒഴുകുന്നവരാ. അവര് കച്ചവടത്തിൽ കള്ളം പറഞ്ഞവരാ. ആര് ചെയ്യുന്ന കച്ചവടമാണെങ്കിലും കള്ളം പറയരുത്. ഞാൻ എന്റെ കയ്യിൽ നിൽക്കുന്ന മൊബൈൽ നിനക്ക് 10,000 രൂപയ്ക്ക് തരുള്ളൂ, ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റാൻ മതി എന്ന് പറയാം. ഞാനിത് വാങ്ങിയ 3000 രൂപയ്ക്ക് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് മാറ്റാൻ മതി, എനിക്ക് 10,000 രൂപ ആവശ്യമുണ്ട് എന്ന് പറയാം. അല്ലാതെ ഞാൻ കള്ളം പറയല്ല. ജോർജ് ബുഷ് ഉപയോഗിച്ചിരുന്ന സെറ്റ് ബടാ സെറ്റ് ഇങ്ങനെ പറഞ്ഞ് ഇതൊക്കെ പറയും. സഹോദരിമാരൊക്കെ ആലോചിച്ച് നോക്കണം. തുണിക്കടകളിൽ ചെന്നിട്ട് നിങ്ങൾ വസ്ത്രം വാങ്ങാൻ നിൽക്കുമ്പോ ആ തുണിക്കടയിൽ നിൽക്കുന്ന സ്റ്റാഫ് പറയും, ഇത് ഒറിജിനൽ ജപ്പാനാണ് കേട്ടോ, കുറച്ചൊക്കെ കളർ പോവില്ല, മഴ പെയ്യണമെങ്കിൽ ചുമ റോഡ് പൊട്ടും എന്നാ അങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിച്ച് കച്ചവടം ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും പാടില്ല. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കച്ചവടങ്ങള് അതിൽ കള്ളം ആ കച്ചവടം അല്ലാഹു വെറുക്കുന്നതെന്നു മാത്രമല്ല, മഹാന്മാര് ചെയ്ത ജോലിയാണ് കച്ചവടം. മഹാന്മാര് ചെയ്ത ജോലിയാണ് കച്ചവടം. പ്രവാചകന്മാരിൽ പ്രമുഖരായ പലരും ചെയ്തു പോയ ജോലിയാണ് കച്ചവടം. അല്ലാഹു ഈ കക്കടപ്പുറപ്പിന്റെ പരിശുദ്ധ മജ്‌ലിസിൽ വന്ന ഏതെങ്കിലും കച്ചവടക്കാരുണ്ടോ? അത് വസ്ത്രക്കച്ചവടക്കാരാകട്ടെ, അരിക്കച്ചവടക്കാരാകട്ടെ, വസ്തുക്കച്ചവടക്കാരാകട്ടെ, എന്തെല്ലാം സാധന സാമഗ്രികൾ കച്ചവടം ചെയ്യുന്നവരാകട്ടെ, അവിടെ കച്ചവടത്തിലെല്ലാം സൂക്ഷ്മത പാലിക്കാനുള്ള പവർ നീ കൊടുക്കണല്ല, അതിനുള്ള ഭാഗ്യം നീ കൊടുക്കണല്ല. 5ാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് കബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുന്ന 5ാമത്തെ വിഭാഗം ഇത് വളരെ ഗൗരവത്തോടുകൂടി കേൾക്കേണ്ടതാ, ഇത് വളരെ സങ്കടത്തോടുകൂടി കേൾക്കേണ്ടതാ. പൊന്നാര നബിതങ്ങൾ പറയുന്നു, ചത്തുകിടന്ന് പുഴുത്തു നാറുന്ന ശവത്തേക്കാൾ ദുർഗന്ധമുള്ളവരായി കബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുന്നവരാ. ചത്തു പുഴുത്തുപോയ ശവത്തേക്കാൾ ദുർഗന്ധമുള്ളവരായി കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നവരാ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആരായിരിക്കും അവർ? കബറിന്റെ അകത്ത് നിന്ന് നല്ല സുഗന്ധമുള്ളവരായി എഴുന്നേറ്റ് പോകും. കബറിന്റെ അകത്ത് നിന്ന് സുഗന്ധമുള്ളവരായി എഴുന്നേറ്റ് പോകുന്നവരാരെന്നറിയോ? അത് പറഞ്ഞിട്ട് 5ാമത്തെ വിഭാഗത്തിലേക്ക് മടങ്ങി വരാം. ഖബറിന്റെ അകത്ത് നിന്ന് സുഗന്ധമുള്ളവരായി എഴുന്നേറ്റ് പോകുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിമളമേറ്റ് മരണപ്പെടുന്നവരാ. റസൂലുള്ളാഹി തിങ്കൽ ഹബീബുള്ളാഹി റസൂലുള്ളാഹി
എങ്കൽ ഹബീബുള്ളാഹേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിമളമേറ്റുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടവരെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് അതേ സുഗന്ധത്തോടുകൂടിയാ, അതേ പരിമളത്തോടുകൂടിയാ. പൊന്നാര നബി തങ്ങളുടെ പരലോകത്തേക്ക് കണ്ണു തുറന്നുകൊണ്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ സുഗന്ധമുള്ളവരായി എഴുന്നേറ്റ് വരണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പുത്തമ്പാദികൾ വെക്കുന്ന സ്ക്രീൻ പരിപാടിയുടെ മുന്നിൽ പോയി വായും പൊളിച്ചിരിക്കാറ്. ആ സമയത്ത് വീട്ടിന്റെ അകത്ത് പോയി 10 സലാത്തിലേക്ക് നിന്റെ മനസ്സിന്റെ മാലിന്യത്തിന്റെ കറകള മാറ്റാ. എന്റെ പ്രിയപ്പെട്ട കക്കടിപ്പുറത്തുള്ളവര് മനസ്സിലാണിക്കണേ. വിവരമില്ലാത്തവര് പലരും പറയും പ്രിയപ്പെട്ടവരെ, വിവരക്കേടിന്റെ കൂട്ടുകാർ പലരും പറയും പ്രിയപ്പെട്ടവരെ. അബൂജാഹിലിന്റെ കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്തുകൊണ്ട് കച്ചത്ത് വെള്ള പേപ്പറും വെച്ചുകൊണ്ട് മലയാള പുസ്തകവും കൊണ്ട് സമുദായത്തെ പിഴപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവര് പലരും പറയും എന്റെ പ്രിയപ്പെട്ടവര്. അത് കേട്ടുകൊണ്ട് മനസ്സിൽ മാലിന്യം വലിച്ചെറിയാറ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, പൊന്നാര നബി തങ്ങളുടെ പരിമളം ഏറ്റുകൊണ്ട് മരണപ്പെടാൻ കൊതിക്കുന്ന പെങ്ങളെ, പൊന്നാര റസൂലിന്റെ പരിമളം വെച്ചുകൊണ്ട് മരണപ്പെടാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നൂറുകണക്കാര്, ആയിരക്കണക്കാര്, 10,000-കണക്കാര്, കോടിക്കണക്കായ സ്വലാത്തുകളെ ചൊല്ലിയിട്ട് റസൂലുള്ളാഹിയിലേക്ക് ഏറ്റവും വലിയ മഹബത്തിന്റെ പർവ്വതം പടിഞ്ഞുകൊണ്ട് മദീനയുടെ രാജകുമാരന്റെ മനസ്സിന്റെ പിറക്കിയിരുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലെക്കുക. അങ്ങനെ മനസ്സ് വെച്ചാൽ ആ പരിമളം ഏറ്റുകൊണ്ട് ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് വരാം. നിനക്കറിയോ, അല്ലാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ ചോദിച്ചു, കം അദദുൽ മലായികത്തിൽ ഫക്കലീന ബിൽ ആദമിയ്യി, മനുഷ്യന്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു. ആ എണ്ണങ്ങൾ ഒരുപാട് വിശദീകരിക്കുന്ന ഹദീസ് ഉണ്ടെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം പറയട്ടെ. 2 മലക്കുകൾ അലസ്സഫത്തൈൻ, മനുഷ്യന്റെ 2 ചുണ്ടുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടിയാണ് അവർക്കുള്ളത്. 2 മലക്കുകൾ അവിടെ ഡ്യൂട്ടി മനുഷ്യന്റെ 2 ചുണ്ടുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കല. എന്തിനാ? അല സ്വലാത്തി അലയ്യ, എന്റെ പേരിൽ ആ ചുണ്ടുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ എന്ന പരിശോധന മാത്രമാണ് ആ 2 മലക്കുകൾക്കുള്ളത്. ഇന്ന് നേരം പുലർന്നിട്ട് ഈ സമയം വരെ നിങ്ങൾ ചൊല്ലിയ സലാത്ത് രേഖപ്പെടുത്തുക ആ 2 മലക്കുകളുടെ ഡ്യൂട്ടിയാണ്. അവരിങ്ങനെ നമ്മുടെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി മാത്രം അല്ലാഹു പടച്ചു 2 മലക്കുകളെ, അതിനുവേണ്ടി മാത്രം അല്ലാഹു പടച്ചു 2 മലക്കുകൾ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ ഒരു 10 സലാത്ത് ചെല്ലണമെന്ന്? നമ്മുടെ ചുണ്ടുകൾ സല്ലല്ലാഹു അലാ മുഹമ്മദ്, പള്ളിയുടെ നടയിൽ നിന്ന് ഉസ്താദിനെ കുറിച്ച് ഈബത്ത് പറയുമ്പോ, കടകമ്പോളത്തിൽ പോയി പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ച് നുണ പറയുമ്പോ, നാട്ടിലുള്ള സഹോദരങ്ങളെ കുറിച്ച്, സഹോദരിമാരെ കുറിച്ച് ഈബത്തും ഫസാദും പറഞ്ഞുകൊണ്ട് പച്ചമാംസം തിന്നുമ്പോ നമ്മുടെ 2 ചുണ്ടുകൾ സ്വലാത്തിന് വേണ്ടി ചലിക്കട്ടെ. അത് രേഖപ്പെടുത്താൻ അല്ലാഹു 2 മലക്കുകളെ പ്രത്യേകിച്ച് പടച്ചിരിക്കുകയാണ്. 2 മലക്കുകൾ അതിനുവേണ്ടി മാത്രം അല്ലാഹു പടച്ചിരിക്കും. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിയുടെ പരിമളം ഏറ്റു മരണപ്പെടുന്നവർ ആ പരിമളത്തോടെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരും. ആ പരിമളം ഏറ്റു മരണപ്പെട്ടു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സച്ചരിതരായ 10 സഹാബത്ത്, അതിനുശേഷമുള്ള അല്ലാഹു ഇഷ്ടപ്പെട്ട ആരിഫീങ്ങൾ, താബീങ്ങൾ, മഹത്തുക്കൾ അല്ലാഹു അവരുടെ പാത പിൻപറ്റി ജീവിച്ച് നമ്മുടെ ഈ ഖൽബ് പ്രകാശപൂരിതമാക്കാനുള്ള ഭാഗ്യം തരട്ടെ. മടങ്ങി വരട്ടെ ഖബറിന്റെ അകത്തിരുന്ന് അന്തനുറായിഹത്തം മിനൽ ജീബാ, ചത്തുപുഴുക്കുനാറിപ്പോയ ജീവിയുടെ ശവത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർഗന്ധത്തെക്കാൾ ഏറ്റവും വലിയ ദുർഗന്ധമുള്ളവരായി ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന വിഭാഗമാണ് 5ാമത്തെ വിഭാഗം. അവരാരാണ്? യജ്മൂനൽ മാസി ഖൗഫൻ മിനന്നാസ്, ജനങ്ങളെ പേടിച്ചുകൊണ്ട് തെറ്റു ഉപേക്ഷിച്ചവരാണ്. അള്ളാഹെ പേടിച്ചിട്ടല്ല, അള്ളാഹെ പേടിച്ചിട്ടല്ല. ശരീരം മുടിയാരെന്തു പറയും, ഞാൻ സുബഹിക്ക് പോയില്ലെങ്കിൽ അതുകൊണ്ട് പോവാം. അങ്ങനെ പോയവൻ ചത്തുപോയ ജീവിയുടെ ശവത്തെക്കാൾ ദുർഗന്ധമുള്ളവനായി ഖബറിൽ വരും. ഭർത്താവ് ചീത്ത വിളിക്കും നിസ്കരിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് നിസ്കരിക്കാം. ആർക്കു വേണ്ടി? ഭർത്താവിന് വേണ്ടിയാണോ? ഉമ്മയും ഉപ്പയും വഴക്കു പറയും നിസ്കരിച്ചില്ലെങ്കിൽ. ആർക്കു വേണ്ടി? ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടിയാണോ? ആരും അറിയാതെ രഹസ്യമായി ഹറാമിയത്ത് ചെയ്യുന്നവർ,
ജനങ്ങൾ അറിയുമെന്ന് പേടിച്ച് കള്ളു കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ജീരകമിഠായിയും നാരങ്ങമിഠായിയും ഗ്യാസുമിഠായി തിന്നുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നവൻ അവൻ നാളെ പരലോകത്ത് വരുന്നത് ചത്തുപോയ കഴുതയുടെ ദുർഗന്ധത്തെക്കാളും വൃത്തികെട്ട ഗന്ധവുമായിട്ടാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കൂട്ടുകാരൻ കള്ളു കുടിച്ചു, കള്ളു വാങ്ങിത്തന്നു. വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യ പ്രശ്നമാണ്. കള്ളു കുടിച്ചാൽ ഇന്ന് വെട്ടിയായിട്ട് പോകുന്ന ഭാര്യ പറഞ്ഞേക്കും. അതുകൊണ്ട് ഭാര്യയുടെ മുന്നിൽ ചെല്ലുമ്പോ ഭാര്യ പറയും ഇക്ക യമഹാന്ന് പറയും, ഇക്ക യമഹാന്ന് പറയും, ഇക്ക നമഹാന്ന് പറയും, ഇക്ക നമഹാന്ന് പറയും എന്ന് പറഞ്ഞാൽ ഹാ പറയുമ്പോ സാധനം കൊണ്ട് ഗന്ധം ഉണ്ടെങ്കിൽ വലിയോട്ട് വരും. അപ്പൊ നല്ല ജീരകമുട്ടായി നിന്നിട്ട് ഭാര്യയോട് പറയും യമഹ. അപ്പൊ ഇത്ത പറയും ജീരകമുട്ടായി മണത്ത അപ്പോഴേ ഇത്താക്കറിയും സംഭവം പ്രശ്നമാണ്. ഗൾഫ് രാജ്യത്തൊക്കെ ഏറ്റവും അധികം ചെറുപ്പക്കാർ പണം ചിലവഴിക്കുന്നത് കള്ളു കുടിച്ചു കൂത്താടാൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരുപാട് പേര് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം വേണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഡിസംബർ 31 പാതിരാത്രി എത്ര കോടിക്കണക്കിന് രൂപയാ അള്ളാഹു പണം കൊടുത്ത് അനുഗ്രഹിച്ച ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് കുടിച്ച് തീർത്തു കളഞ്ഞത്. കോടിക്കണക്കിന് രൂപ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും അതൊന്നും നമ്മുടെ കൂട്ടുകാരതിന് പങ്കാളികളാവരുത്. നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. നമ്മുടെ നാട് കുടിയന്മാരുടെ നാടായി മാറുന്ന അവസ്ഥ വരരുത്. അല്ലാഹു നമുക്ക് പരിപൂർണമായും പ്രവാചകന്റെ ഹൗദുൽ കൗസർ കുടിക്കണമെന്ന മോഹമുണ്ടോ? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കള്ളും കഞ്ചാവും ദൂരേക്ക് വലിച്ചെറിയുക. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിലയാണ് 1 നുള്ള് കഞ്ചാവിന്റെ വില. 1 പവൻ സ്വർണത്തിന്റെ വിലയാണ് 1 നുള്ള് കഞ്ചാവിന്റെ വില. എത്ര ചെറുതാണോ? ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കും. അതൊരു ഹരമാണ്. ഒരു പെണ്ണിനെയും ഒരു കുട്ടി കള്ളിനെയും കൊണ്ടുവച്ചിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ചെറുപ്പക്കാര് പെണ്ണു വേണ്ട, എനിക്ക് കള്ളുമതി എന്നേ പറയൂ. കള്ളവൻ അത്രയ്ക്ക് ഹരമായി മാറി. മണിക്കൂറുകളോളം കള്ളു ഷാപ്പിന്റെ മുന്നിൽ സമാധാനമായി നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് എത്ര കഷ്ടപ്പെട്ട് നിന്നിട്ട് അവസാനം കിട്ടുന്ന കല്ലിന്റെ രുചിയാണെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കത് വേണ്ട. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പേടിക്കുക. പള്ളിയെ പേടിച്ചല്ല, ഉസ്താദിനെ പേടിച്ചല്ല, കമ്മിറ്റിക്കാരെ പേടിച്ചല്ല, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പെറ്റുപേക്ഷിക്കുക. എല്ലാം അങ്ങനെ തന്നെയാണ്. അതേ ഭർത്താവ് ഫോൺ വിളിക്കുമ്പോ ചോദിക്കുന്ന പെണ്ണ്, ഇത്രയും നേരം ഭയങ്കര ബിസിയായിരുന്നല്ലോ, നീ ആരെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്? ആ സമയത്ത് ഭാര്യ പറയുക, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ വെള്ളിയാഴ്ച അസറിന് മാത്രം എന്നെ വിളിക്കാവുന്നു. ചില മടയന്മാരായ നട്ടലില്ലാത്ത ഭർത്താക്കന്മാര് പറയും, പിന്നെ വെള്ളിയാഴ്ച അസറ് കഴിയുമ്പോൾ ഞാൻ വിളിക്കും കേട്ടോ എന്ന് പറയുമ്പോ ഭാര്യയ്ക്ക് സന്തോഷം. അതിനു മുമ്പ് ആരെയും വിളിക്കാലോ, അസറിന് ശേഷം മാത്രം ബിസിയാവാതെ വെച്ചിരുന്നാൽ മതി. കൂട്ടുകാർ പറയും, ഞാൻ അസറിന് ശേഷം വിളിക്കും. അസറിന് ശേഷം നെയ്യേ വിളിക്കും. കാക്ക് വേണ്ടി വെള്ളിയാഴ്ച അസർ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സമയം നീ ആരെയാ വിളിക്കുക? സഹോദരിമാര് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് യുവാക്കൾക്ക് ഫ്രീ കോളാണെങ്കിൽ മൊബൈൽ എടുത്ത് വെക്കും. ഐഡിയ ആണെങ്കിൽ 98 ഹലോ ഉഗ്രാക്കൾ ഇവിടല്ലേ? പെണ്ണാണ് എടുക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, പിന്നെ ആ നമ്പർ നോക്കി വെച്ചിരിക്കും. പിന്നെ അതിലേക്ക് നിരന്തരം വിളിയാൽ മെസ്സേജ് അയക്കും, മിസ് കോളിപ്പും സർദാർജിയുടെ മെസ്സേജും സിന്ധുമോന്റെ മെസ്സേജും ഒക്കെ അയച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും ആ കൽബിനെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി. പെണ്ണുങ്ങളാണെങ്കിൽ എങ്ങനെ നിൽക്കുന്നവരാ കഷ്ടം. ഭർത്താവ് വിദേശ രാജ്യത്ത് പൊട്ടുന്ന പ്രായത്തിൽ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ജീവിക്കുന്ന പെണ്ണെ, ഒരവസരം നീ കൊടുത്താ ആ അവസരം ഇബ്ലീസ് ഉപയോഗപ്പെടുത്തുന്നതാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാനും നിങ്ങളും തെറ്റുപേക്ഷിക്കാനുള്ളത് ഉപ്പയെ പേടിച്ചിട്ടല്ല, ഉമ്മയെ പേടിച്ചിട്ടല്ല, രാജാതിരാജനായ പടച്ചറപ്പിനെ പേടിച്ചിട്ടാ. അല്ലാഹു واتبعوا الشهوات وسوف يلقون غيا. അല്ലാഹുവിന്റെ ഖുർആനിൽ പൊന്നാര നബിതങ്ങളേറെ കരഞ്ഞു പോയ റസൂലുള്ളാഹിയുടെ കണ്ണുനീര് സുജൂദിലൂടെ ഒഴുകിപ്പോയ ഒരായത്താണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ അവിടെ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? പോരാത്ത കണ്ണീര് മുസല്ലയിലൂടെ ഒഴുക്കുന്നതെന്തേ എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ യജമാനൻ പറഞ്ഞു കൊടുത്തു, ആയിഷ ഇപ്പോ ജിബ്രീൽ
വന്ന ആയത്തുണ്ടല്ലോ, വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാഹ വത്തബഉ ശഹവാ വസൗഫ യൽഖൗന ഗയ്യാ. നിസ്കാരം പാഴാക്കിയിട്ട് ശരീരത്തിന്റെ ഇച്ഛയുടെ പിന്നാലെ പോകുന്ന യുവാക്കളില്ലേ, പിന്നാലെ പോകുന്ന ജനങ്ങളില്ലേ, വേണ്ട മോനെ വേണ്ട, അവർ കൊയ്യെന്ന് പറയുന്ന മോശമായ മരണം അല്ലാഹു കൊടുക്കുമെന്ന് എന്നോട് അറിയിച്ചിട്ടുണ്ട് ആയിഷ. അതോർത്തപ്പോൾ ഞാൻ കലഞ്ഞുപോയതാ. ശരീരത്തിന്റെ വികാര വിചാരങ്ങളുടെ പിന്നാലെ പേപിടിച്ച നായകളെ പോലെ പരക്കം പായുന്ന, പണത്തിന്റെ പിന്നാലെ, പെണ്ണിന്റെ പിന്നാലെ, കണ്ണിന്റെ പിന്നാലെ തിന്മകളുടെ കൂത്തരങ്ങുകളായി പിതാവിനെ സ്നേഹിച്ചുകൊണ്ട് പരക്കം പായുന്ന ജനങ്ങളുണ്ട് ആയിഷ. അവര് നാളെ പരലോകത്ത് ഏറ്റവും വൃത്തികെട്ട നരകത്തിന്റെ അടിഭാഗത്ത് അല്ലാഹു വലിച്ചെറിയപ്പെടുമെന്നായിട്ടിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽബ് നൊന്തുപോലെങ്കിൽ എന്റെ കക്കിടപ്പുറത്തുള്ള പ്രിയപ്പെട്ടവരെ, പണത്തോടെ പേടിച്ചുകൊണ്ട് ജീവിച്ചോ, അല്ലാഹെ പേടിച്ചുകൊണ്ട് പെറ്റൊഴിവാക്കിക്കോ. ഹറാമിലേക്ക് നോക്കിയാൽ അല്ലാഹനെ പേടിച്ചോ, പിന്നറിയാതെ പറഞ്ഞുപോയാ അല്ലാഹനെ പേടിച്ചോ. അതുകൊണ്ടാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കല്ലുകളില്ലേ, നമ്മുടെ നാട്ടും പറങ്ങിൽ കിടക്കുന്ന കല്ലുകള്, ആ കല്ലുകളെ കഴുകിയെടുത്തിട്ട് വാക്കിയകപ്പെട്ടുകൊണ്ട് നടക്കുമായിരുന്നു. എന്തിനാണെന്ന് പ്രിയപ്പെട്ട അനുചരബന്ധങ്ങൾ ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തതെന്തെന്നറിയോ, എന്തെങ്കിലും ഒരു വാക്കറിയാതെ സംസാരിച്ചു പോയാൽ അത് തെറ്റായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ആലോചിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി, ചിന്തിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി എന്റെ വാക്യകത്ത് കല്ലുകൾ കിട്ടിയിരിക്കുകയാണെന്ന് ലോകത്തിന്റെ നായകന്റെ ചാരത്ത് കിടന്നിറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച പ്രവാചകന്റെ വലതുകയും ലോകം തലമുറയ്ക്ക് സമ്മതിച്ചു പോയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ആരും കാണുന്നില്ല, അല്ലാഹു കാണുന്നുണ്ട്. റൂമിന്റെ അകത്തേക്ക് നീ കടന്നു, നീയും നിന്റെ മൊബൈലും നിന്റെ ലാപ്ടോപ്പും നിന്റെ കമ്പ്യൂട്ടറും മാത്രമേ ഉള്ളൂ. വാതിൽ കുറ്റി കിട്ടി, ആരും അറിയില്ല. 17-കാരൻ 16-കാരൻ തന്റെ റൂമിന്റെ അകത്ത് കിടക്കാൻ പോവാൻ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ വന്നു, ഫേസ്ബുക്ക് അങ്ങോട്ട് ഓണാക്കി. ഐസാര മുഖം, റംലാന്റെ മുഖം, ശ്രീതാടെ മുഖം, എല്ലാവരുടെയും മുഖം. ഇന്ന് ഫാമിലി ഫോട്ടോ എടുത്തിട്ടല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഫേസ്ബുക്കിൽ കൊടുക്കുക. മോളും മോനും ഭാര്യയും എല്ലാവരും പുഞ്ചിരിച്ച് ആ ഫോട്ടോ എടുക്കാൻ വരുമ്പോ ചുണ്ടിങ്ങനെ ചോദിക്കുന്ന ഒരു പരിപാടി, ഈ പല്ലുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഫേസ്ബുക്കിനകത്ത് ഫോട്ടോ പതിപ്പിച്ചു കൊടുക്കുന്ന നട്ടലില്ലാത്തവന്മാർ. ഏതൊക്കെ കോല ഫേസ്ബുക്കിൽ നിന്നറിയോ? ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, ഭാര്യയെ തോളത്ത് കയറ്റി വെച്ചിട്ട് നിൽക്കണം, ബന്ധപ്പെടുക, അക്കടിപ്പുറത്തെ തൊമ്മനും മക്കളും. അങ്ങനെ എഴുതി കൊടുത്തിട്ട് നിന്റെ നാട്ടിലുള്ള പ്രിയപ്പെട്ട ആ കുറെ വിവരം കെട്ടവൻ അതിനുവേണ്ടി ഹിറ്റ് അയക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരില്ല. ഫേസ്ബുക്കിൽ നിന്റെ ഭാര്യയുടെയും നിന്റെ ഉമ്മയുടെയും നിന്റെ പെൺമക്കളുടെയും ഫോട്ടോ കൊടുത്തുകൊണ്ട് ഷോ കാണിക്കുന്ന പരിപാടി നിർത്തണം. ഇതൊക്കെ എന്ത് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുക? ഇത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എത്രയോ വൃത്തികേടുകൾ, എത്രയോ മോശമായ പരിപാടികൾ. നേരം പുലരുന്നത് വരെ മതപ്രഭാഷണ പരിപാടി അല്പമൊന്ന് നീണ്ടുപോയാൽ ഇപ്പോഴേ വാച്ച് നോക്കിയിട്ട് ഒന്ന് വരണ്ടാന്ന് വിചാരിച്ച ലാസ്റ്റ് ദിവസം നമുക്കറിയാൻ പൊളിക്കുന്നു. ഇതിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുന്നവൻ റൂമിന്റെ അകത്ത് കിടന്നാൽ ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് നൂറുകണക്കിന് മെസ്സേജുകൾ കൈമാറിയിട്ടേ കിടന്നുറങ്ങുള്ളൂ. ചെല്ലുമ്പോ ലാപ്ടോപ്പിൽ ഇങ്ങനെ വന്നു കിടക്കുന്നു, എവിടായിരുന്നടാ, എപ്പോഴേ ഞാനിങ്ങനെ നിന്നെ ക്ഷണിക്കുന്നടാ, നീ വന്നില്ലല്ലോ, നിന്നെ കണ്ടില്ലല്ലോ. കണ്ട് സംസാരിക്കാനുള്ള അവസ്ഥ വരെ ഇന്ന് നമ്മുടെ നാട്ടുപുറത്ത് വന്നിട്ടില്ലേ? പണ്ട് നമ്മുടെ കൊക്കടിപ്പുറത്ത് ആർക്കെങ്കിലും ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരു സന്തൂക്കിന്റെ എത്ര ഉണ്ടാവും ആ മൊബൈൽ? അത് ചുമന്നോണ്ട് നടക്കാൻ 7 യൂണിയൻകാർ കൂടെ നടക്കണം. അങ്ങനെയുള്ള മൊബൈൽ ഇന്നുണ്ടല്ലോ. ഇന്ന് പേനയ്ക്കകത്ത് മൊബൈല്, പേനയുടെ ക്യാപ്പിന്റെ അകത്ത് ക്യാമറ, പോക്കറ്റിൽ വെച്ചുകൊണ്ട് സകലതും റെക്കോർഡ് ചെയ്ത് ക്ലിപ്പിട് അതിലൊക്കെ ഇന്ന് സംവിധാനങ്ങളായി പോയി. അതുകൊണ്ട് സഹോദര,
ഹറാം ആരും കാണൂലല്ലോ. എന്റെ വാപ്പ ഉറങ്ങി, എന്റെ ഉമ്മ ഉറങ്ങി, എന്റെ മക്കൾ ഉറങ്ങി, എന്റെ കുടുംബക്കാരുറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് ഇത്തിരി പോലെ മൊബൈലിന്റെ കത്തി മിഞ്ഞുമറയുന്ന മെമ്മറി കാർഡിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ആ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് സമയം കളയുന്നവനെ, പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ മറമാടിടുന്നു കല്ലു നിന്റെ മീതെ. ആരോരുമില്ലാതെ ഇതുപോലെ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് നിന്റെ മയ്യത്തിറക്കി വെക്കുമ്പോ പൊന്നുപോലെ നിന്റെ കയ്യിലെന്ന് മൊബൈലാളിരുന്നതെങ്കിൽ അല്ലാതെ പള്ളിപ്പറമ്പിൽ പലക നിരപ്പിയിട്ട് മണ്ണ് വാരിയിട്ടിട്ട് ജനങ്ങൾ പിരിഞ്ഞു പോകുമ്പോ രഹസ്യമായി നീ ചെയ്തു പോയ നൂറുകണക്കായ അപരാധങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലെത്തുകയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആരുമറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അള്ള വെറുക്കുന്നതാ. ജനങ്ങളെ പേടിച്ചിട്ടല്ലേ നീ ഇതൊക്കെ മാറ്റിവെച്ചത്. അവസരം കിട്ടിയാൽ വ്യഭിചരിക്കും, അവസരം കിട്ടിയാൽ കള്ളുകുടിക്കും, അവസരം കിട്ടിയാൽ പണം മോഷ്ടിക്കും. ആരും അറിയൂല, ആരും പിടിക്കൂല. ഒരു 10 ലക്ഷം രൂപ കിടക്കാൻ ഒരു തെളിവില്ല, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂല എന്നറിഞ്ഞാ നിന്റെ മനസ്സൊന്ന് ആടൂലേ? ആരും അറിയൂലെങ്കിൽ നീ ചിന്തിക്കും, വീട്ടിൽ കൊണ്ടുവച്ചിട്ട് 1000 ഓരോ നോട്ട് വീതം ഓരോ ദിവസം എടുക്കണം. എനിക്ക് പ്രശ്നം ഉണ്ടാവണമെങ്കിലോ? ചിന്തിക്കൂലേ? ആരും അറിഞ്ഞൂടെങ്കിൽ തെറ്റ് ചെയ്യാൻ മിടുക്ക് കാണിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ അന്തനുറായിഹത്തമ്മിനൽ ജീപ്പാ, ചത്തുപോയ വൃത്തികെട്ട മൃഗത്തിന്റെ പുഴുത്തു നാറുന്ന ദുർഗന്ധത്തെക്കാൾ നിന്റെ ശരീരത്തിന് ദുർഗന്ധമായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പടച്ചോനെ പേടിച്ചിട്ട് തെറ്റൊഴിവാക്കുക, അല്ലാഹയെ പേടിച്ചിട്ട് തെറ്റൊഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തോടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി പെണ്ണാലോചിച്ചത്. പെണ്ണ് എവിടത്തെ പെണ്ണായിരുന്നു പ്രിയപ്പെട്ടവരെ? പാതിരാത്രി ഉമർ റളിയല്ലാഹു അൻഹു പരിശോധനയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മോളെ, കറന്നു വെച്ചിരിക്കുന്ന പാലിൽ വെള്ളം ചേർക്കണമെന്ന് മാതാവ് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട മോള് പറയുന്നു, മാ നിങ്ങൾ പേടിക്കുന്നത് അല്ലാഹുവിനെയാണോ ഉമറിനെയാണോ? പേടിച്ചു വെച്ചോളൂ. ഉമർ അങ്ങനെയായിരുന്നു. ഉമറിനെയാണോ അല്ലാഹുവിനെയാണോ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പുറത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തന്റെ പൊന്നുമോന്റെ അരികിലേക്ക് വേഗം പോയിട്ട് പറയുന്ന, മോനെ, അല്ലാഹയെ പേടിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. പാതിരാരാവിലും പാലിലീ നീരിലും പാവന ദീനിനെ കാണുമി പെൺമണി കാണുവാനില്ലേ കാണര മധ്യമിൽ കാരുണ്യ തമ്പുരാ കാണുമ കൺമണി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രഹസ്യമായി അല്ലാഹയെ പേടിക്കുന്ന, രഹസ്യമായി പടത്തോടെ സൂക്ഷിക്കുന്ന പൊന്നുമോള് തന്റെ മകന് വേണ്ടി ആലോചിക്കുന്ന ചരിത്രം പറയുമ്പോ അല്ലാഹയെ പേടിക്കാനുള്ളത് പരസ്യമായിട്ടല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹയെ പേടിക്കാനുള്ളത് പരസ്യമായിട്ട് മാത്രമല്ല. നമ്മളിന്ന് പരസ്യമായി 10 പേര് കാണാനുണ്ടെങ്കിൽ പള്ളിയിരിക്കണം എല്ലാവരും നോക്കുക, ബാഹുവേ അയാള് നിക്കാരം ഒരു 1.5 നിക്കാരം ഇങ്ങനെ ഇയാക്കി പള്ളിക്കകത്തിരിക്കണം മൊത്തം പേര് പറയും ഇയാൾ ഭയങ്കര ആക്കണ ആളാണ്. ഇത് അറിയിച്ചിട്ട് നിന്റെ ഈ 1.5 വശത്തും കൊണ്ടങ്ങ് ചെല്ലാൻ പറഞ്ഞിരിക്കാറുണ്ട്. വീട്ടിൽ നിക്കരിക്കണ കണ്ട കീറി ഒരു വീട്ടിന് അല്ല ആർക്ക് യോജിച്ച് അവിടെ ആരെ ആക്കണ്ടവർ ഇയാക്കെ ആക്കണ്ട പെണ്ണാക്കെ. തൊഴിൽ പോകുമ്പോഴും മൊബൈലിൽ അസലാമലേക്ക് നിസ്കാരത്തിന് സലാം വിളിച്ച് വിളിക്കലാവണി എന്ന് പറയണ പോലെ ഇത് ആരെ ബോധ്യപ്പെടുത്താനാ? അതുകൊണ്ട് 10 പേരെ കാണുമ്പോഴുള്ള ഒരു പവറുണ്ടല്ലോ. ഏതെങ്കിലും സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും പിരിവിന് വെളിയിൽ വന്ന് നിന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും, മോള് പറയും, ഉമ്മച്ചി നിസ്കരിച്ചോണ്ടിക്ക. ഇത് അകത്ത് നിസ്കരിച്ചോണ്ടിരിക്കണ താത്ത കേൾക്കണേ പിന്നെ അന്ന് നിസ്കാരത്തിന് സലാം കിട്ടൂല. കാരണം വന്നവരൊക്കെ മനസ്സിലാക്കണോ,
സൈനബ എപ്പോ കയറിയതാ മുസല്ലേ? എത്ര സമയമായി? ഭയങ്കര നിസ്കാരം. അവൾ അതിനൊക്കെ ഉഷാണ്, വീടാണെങ്കിലും പക്ഷെ നിസ്കാരം. ഇത് പറഞ്ഞ് 10 പേരെ സർട്ടിഫിക്കറ്റ് കിട്ടാനായി സുജൂദിൽ കവന്ന് കിടന്നുകൊണ്ട് അള്ളമായി രഹസ്യമായും പരസ്യമായും അള്ളാഹു പേടിക്കണം. എങ്കിൽ ആ കൽബ് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. രാവിന്റെ ഉള്ളറയിൽ ആരും അറിയാതെ വ്യഭിചാരത്തിനുള്ള അവസരം കിട്ടുമ്പോ പുറം കാലുകൊണ്ടത് വലിച്ചെറിയുന്നവര് ആരും അറിയാതെ ഗൾഫിൽ പോയവനാണ്. ഗൾഫിൽ ചെന്നപ്പോ കൂട്ടുകാര് റൂമിന്റെ അകത്ത് വ്യാഴാഴ്ച രാത്രി പറയുകയാ, നാളെ ലീവാണ്, വെള്ളിയാഴ്ച ലീവാണടാ, ആരും അറിയില്ലടാ, നിന്റെ ഉപ്പ അറിയൂല, നിന്റെ ഇക്ക അറിയൂല, ഞങ്ങൾ കൂട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം നമുക്കങ്ങോട്ട് മാറ്റിവെച്ചാൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവുന്ന മദീനയുടെ നാദപ്രാവുകൾ പൊട്ടിക്കറിയുന്ന രാത്രിയിൽ മദീനയുടെ രാജകുമാരന്റെ മുന്നില് 10,000-കണക്കിന് മുഹദ്ദീങ്ങള് കൽബ് പൊട്ടുന്ന രാത്രിയിൽ മദീനയുടെ റൂമിന്റെ അകത്ത് പോലും ആ UAE-യുടെ റൂമിന്റെ അകത്ത് പോലും കൂട്ടുകാർ 10 കള്ളു കുടിക്കുന്നു, ആരും അറിയില്ല എന്ന് തീരുമാനിക്കുന്നവരെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നീ മറന്നു പോകുന്ന പൊന്നുമോനെ, രാജാതിരാജനായ പടച്ചറപ്പിന്റെ കണ്ണ് അടയ്ക്കാൻ നിനക്ക് കഴിയൂല, അവന്റെ ക്യാമറയെ പൊടിയിട്ടുകൂടാൻ നിനക്ക് കഴിയൂല, അവന്റെ ഒളിക്യാമറ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് നമ്മുടെ രാത്രി എങ്ങനെയാ, നമ്മുടെ പകലെങ്ങനെയാ, നമ്മുടെ രഹസ്യം എങ്ങനെയാ, നമ്മുടെ പരസ്യം എങ്ങനെയാ? ഈ കാണുന്ന തൊപ്പി പോലെയാണോ വാക്കവി? ഈ കാണുന്ന പ്രസംഗം പോലെയാണോ വാക്കവി? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുആ ചെയ്തോ ഈ പാവപ്പെട്ട സഹോദരന്റെ പരലോകരക്ഷയ്ക്ക് വേണ്ടി. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഫോണിലൂടെ ഉസ്താദേ ഞങ്ങൾ 25,000 സലാത്ത് ചൊല്ലിയിരിക്കുകയാ, ഉസ്താദേ ഞാൻ 10,000 റക്അത്ത് നിസ്കരിച്ച് തീർന്നിരിക്കുകയാ, ഉസ്താദേ ഞാൻ ലക്ഷക്കണക്കിന് രൂപ സ്വതക്ക ചെയ്തിരിക്കുകയാ. ഇത് വിളിച്ചു പറയുന്നു എന്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കാറുണ്ടല്ലോ, ഇതാരുടെ വാദകേട്ടിട്ടാണ് പറയുന്നത് പടച്ചവനെ? ആ പറഞ്ഞ എനിക്ക് അതിന്റെ ഒരു അംശം പോലെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. മലപ്പുറം ജില്ലയുടെ പാവപ്പെട്ട ചെറുപ്പക്കാർ ചെയ്തല്ലോ, കണ്ണൂർ ജില്ലയിലെ പാവപ്പെട്ട ചെറുപ്പക്കാർ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുമ്പോ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. അള്ളാന്റെ പരലോകത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന പദവി പോലും പാവപ്പെട്ട നൗഷാദുമാക്കൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പറയണ്ട, ആര് നിർത്താനും ആര് പറത്താനും അള്ളാനെ പേടിക്കുന്ന രഹസ്യവും പരസ്യവും നിനക്കുണ്ടാവട്ടെ. ആരുടെയും സർട്ടിഫിക്കറ്റ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്ക് വേണ്ട. നമ്മൾ നല്ലവരാണെന്ന് ആരും നമ്മളോട് പറയണ്ട, നമ്മൾ നല്ലവരാണെന്ന് ആരും നമ്മളോട് പറയണ്ട. അബൂദാബിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടുകാരൻ വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ സമയങ്ങൾ ആ കൂട്ടുകാരനുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് തിരിച്ചു പറയുകയാ, ഉസ്താദേ നിങ്ങളുടെ പ്രസംഗത്തിലൂടെ ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾ പറയാറില്ലേ, ട്യൂമറിനെ കുറിച്ച് നിങ്ങൾ പറയാറില്ലേ, ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾ പറയാറില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, എന്റെ കുടുംബത്തിൽപ്പെട്ട ക്യാൻസർ പിടിച്ച് RCCയിൽ കഴിയുന്ന ആ പാവപ്പെട്ട സുഹൃത്തിനെ കാണുമ്പോ എനിക്ക് പെട്ടെന്നല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നു പോവുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് ചെലവഴിച്ചിട്ട് പോലും ഒരു വേദന പോലും അല്ലാഹു മാറ്റിക്കൊടുത്തിട്ടില്ല, ഒരല്പം പോലും ശമനം വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഒരുപാട് സമയം സ്റ്റീറിംഗിലേക്ക് തല താഴ്ത്തി വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയിട്ട്, സാറേ എന്റെ മക്കൾക്ക് ക്യാൻസർ വരാതിരിക്കാൻ, എനിക്കും നിങ്ങൾക്കും ക്യാൻസർ വരാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് കണ്ണുനീരോടെ പറഞ്ഞു പോരെങ്കിൽ ഞാൻ താമസിക്കുന്ന തെക്കിടപ്പുറത്തുള്ള വീട്ടിന്റെ അകത്ത് കണ്ണുനീരോടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരു കുപ്പിക്കകത്ത് വെള്ളം കൊണ്ട് വന്നിട്ട് പറഞ്ഞതാ, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ക്യാൻസർ ബാധിച്ച് തകർന്നു പോയിരിക്കുക, ഉസ്താദൊന്ന് വേദന മാറാൻ എന്റെ ഉമ്മാക്കൊരാശ്വാസം കിട്ടാൻ ഒന്ന് ഓടിത്തരണമെന്ന് പറഞ്ഞ് കണ്ണീര് തുടയ്ക്കുമ്പോ എന്റെ കക്കിടപ്പുറത്ത് മുമ്പ് വന്നിരിക്കുന്നവരെ ജനങ്ങളെ പേടിക്കല്ല നമ്മൾ ചെയ്യാറുള്ളത്. രാജാതിരാജനായ കരുണക്കടലായ ഔദാര്യവാനായ പടച്ചവരെ നിങ്ങൾ പേടിച്ചുകൊള്ളുക. ആറപ്പാട് ഭക്ഷണം തരുന്നവർ, ആറപ്പാടന്നം തരുന്നവർ, ആറപ്പാട് രോഗം തരുന്നവർ, ആറപ്പാട് രോഗം മാറ്റുന്നവർ, ആറപ്പാട് RCCക്കകത്ത് 100 കണക്കാറ് മുസ്ലിം ചെറുപ്പക്കാരെ കിടക്കുന്നവർ, ആറപ്പാട് കക്കിടപ്പുറത്തുള്ള ചെറുപ്പക്കാരാ നിനക്ക് ആരോഗ്യം തന്നവൻ, ആറപ്പാട്
റബ്ബാണ് നിനക്ക് 10 ലക്ഷത്തിന്റെയും 50 ലക്ഷത്തിന്റെയും വീട് തന്നവൻ, ആ റബ്ബാണ് നിനക്ക് 1 കോടി രൂപയുടെ വാഹനം തന്നവൻ, ആ റബ്ബാണ് നിനക്ക് ആരോഗ്യമുള്ള മക്കളെ തന്നവൻ. അത് മറക്കല്ലേ. അതുകൊണ്ട് ആ റബ്ബിനെ മകൻ പേടിച്ചോ. ഒരു ആചാര്യം പേടിക്കണ്ട, ഒരു മൊയ്യാരെയും പേടിക്കണ്ട, ഒരു സംഘടനയും പേടിക്കണ്ട, ഒരു പ്രസ്ഥാനത്തെയും പേടിക്കണ്ട. രാജാതിരാജനായ പടത്തറപ്പിനെ പേടിച്ചുകൊണ്ട് തിന്മകളെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നന്മയുടെ പർവ്വതങ്ങളെ പടമുയർത്തിയിട്ട് സ്വർഗത്തിലേക്ക് സ്ഥാനുള്ള ശ്രമം നടത്തിക്കോ. ഈ നാട്ടുകാരനാണ് ജീവിച്ചു തീരാത്ത അപ്രസീതെന്ന് പറയപ്പെടുന്ന സഹോദരൻ നിനക്ക് പാഠമല്ലേ. എന്റെ നാട്ടിൽ 16 വയസ്സ് മാത്രമുള്ള 60 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കൂല എന്ന ഡോക്ടർ പറഞ്ഞ പാവപ്പെട്ട സഹോദരൻ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആനും തസ്ലീമായി ചെറിയ കട്ടിലിന്റെ കത്തിരുന്ന് പൊട്ടിക്കരയുന്ന പാവപ്പെട്ട 16കാരൻ. അത് നമുക്ക് മാതൃകയല്ലേ. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തിന്റെ പാഠമല്ലേ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. എണ്ണിയാ തീരൂല. ഈ സ്കൂളിന്റെ പിടിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ ഒരു പേരെയും കടലാസും എടുത്തു വെച്ച് നിനക്കും എഴുതാൻ പറ്റോ? അള്ളാഹു നിനക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് എഴുതി തീർക്കാറുണ്ട് പെങ്ങളെ, നിനക്ക് കഴിയോ? അള്ളാഹു തന്നിരിക്കുന്ന കാർകൂന്തൽ, അള്ളാഹു തന്നിരിക്കുന്ന മനോരമായ കമ്പോളകൾ, അള്ളാഹു തന്നിരിക്കുന്ന ചുണ്ട്, അള്ളാഹു തന്നിരിക്കുന്ന കൽബ്, അള്ളാഹു തന്നിരിക്കുന്ന ആരോഗ്യം, അള്ളാഹു തന്നിരിക്കുന്ന കുടുംബം, അള്ളാഹു തന്നിരിക്കുന്ന മക്കള്. 4 മക്കളെ പ്രസവിച്ച് ആ 4 മക്കളും മരിച്ചുപോയ മാതാവിനെ എനിക്കറിയാം. 5 മക്കളെ പ്രസവിച്ച് 5 മക്കളും അംഗവൈകല്യമുള്ളവരായി പോയെന്ന എനിക്കറിയാം. അവരൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? ആ മക്കൾ ഇഴഞ്ഞെഴിഞ്ഞുകൊണ്ട് വരുമ്പോ, ആ മക്കൾക്ക് സംസാരശേഷി ഇല്ലാതിരിക്കുമ്പോ, ആ മക്കൾ മന്ദബുദ്ധികളായി മാറുമ്പോ, എവിടെയെങ്കിലും പാട്ടൊന്ന് പുറത്തു പോകണമെങ്കിൽ വീട്ടിന്റെ അകത്ത് റൂമിന്റെ തൂണില് കങ്ങല കൊണ്ട് കെട്ടിയിട്ട് ഉമ്മയും വാപ്പയും പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണല്ലോ കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം എത്ര വലുതാ. എന്റെ ചെറുപ്പക്കാരാ, അള്ളാഹനെ മടക്കല്ലേ, ജനങ്ങൾക്ക് വേണ്ടി തെറ്റുപേക്ഷിക്കല്ലേ. അല്ല കാണുമെന്ന ബോധം നിനക്കുണ്ടാവുക. ആരും കാണാതെ റൂമിന്റെ അകത്ത് നീ കിടക്കുന്ന 10 വത്തയുടെ മുകളിൽ അള്ളാന്റെ കണ്ണുണ്ടം ഓർമ്മിച്ചുകൊള്ളുക. അതുകൊണ്ട് മൊബൈലിന്റെ അകത്ത് മിന്നിമറയുന്ന ബ്ലൂ ഫിലിമുകളുള്ളവര് മെമ്പറെ കാട്ടി ദൂരേക്ക് വലിച്ചെറിയുക. ജീവിതത്തിന് ഹറാമിയപ്പിന്റെ കൂത്തരങ്ങളുണ്ടാകൂലെന്ന് തീരുമാനിക്കുക. നീ കിടക്കുന്ന വീട്ടിന്റെ അകത്ത് ബെഡ്റൂമില് മുകൾ ഭാഗത്തൊട്ടിച്ചിരിക്കുന്ന സാരിയാമൃതന്റെ പോസ്റ്റർ വലിച്ചിളക്കി കളയുക. റൂമിന്റെ അടുത്തിരിക്കുന്ന ഐശ്വര്യ റായിയുടെ ഫോട്ടോ വലിച്ചിളക്കി കളയുക. സുസ്മിതാസനിന്റെ ഫോട്ടോ വലിച്ചിളക്കി കളയുക. എന്നിട്ട് ഒരൊറ്റ ഫോട്ടോ മാത്രം നിന്റെ നെഞ്ചത്തിനകത്ത് വെക്കുക. അള്ളാന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ ചിത്രം നിന്റെ നെഞ്ചിൽ വരട്ടെ. ലോകത്തിന്റെ നായകന്റെ സ്നേഹമുള്ള വിലപിടിപ്പുള്ള വാക്കുധോരണികൾ നിന്റെ ഹൃദയാന്തരം കവർന്നെടുക്കട്ടെ. എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൊടുത്തുകൊണ്ട് ഇന്നലെ വരെ ബ്ലൂ ഫിലിം കണ്ട് കിടന്നവരെ, ഇന്നലെ വരെ ഇംഗ്ലീഷ് സിനിമ കണ്ട് കിടന്നവന്, ഇന്നലെ വരെ റിമോട്ട് നെഞ്ചത്ത് വെച്ച് കിടന്നവന്, ഇന്നലെ തസ്ബീഹ് നെഞ്ചത്ത് വെച്ചുകൊണ്ട് 100 കണക്കായിരക്കണക്കാറ് സലാത്ത് നെല്ലുകെട്ട് കിടന്നുറങ്ങുമ്പോ ആ ഉറക്കത്തിന് വല്ലാത്ത ശോഭയല്ലേ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തെറ്റൊഴിവാക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സംഘടനയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. സംഘടന ചോദ്യം ചെയ്യും, അതിനുവേണ്ടി നിസ്കരിക്കുന്നവർ. സംഘടനയിൽ നിന്ന് പുറത്തായ പിന്നെ നിസ്കാരമില്ല. അങ്ങനെ ആവരുത്. അള്ളാഹ് കാക്കട്ടെ. പടച്ചോനെ മുമ്പ് നിർത്തുക, രാജാതിരാജനായ റബ്ബിനെ മുമ്പ് നിർത്തുക. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള എന്തുമുള്ളൂ എന്ന് തീരുമാനിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാൻ, മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാകട്ടെ ഇന്നത്തെ സ്വതക്ക അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വക്കറ്റ് കൊണ്ടുവരണം സംഘാടനം. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തെറ്റൊഴിവാക്കുന്നവരായി മാറാൻ, അള്ളാഹിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായി മാറാൻ, പരലോകത്ത് വൃത്തികെട്ട ജീവിയെക്കാളും ദുർഗന്ധമുള്ളവരായി വരുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ബക്കറ്റിലേക്ക് സ്വതക്കയിടുക. 6ാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഇവിടെ ബക്കറ്റ് പെട്ടെന്ന് കൊണ്ടോ, വേഗം കൊണ്ടോ. 6ാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയാൻ പോവാണ്. ഇച്ചിരി സമയം കൂടിപ്പോയാൽ സങ്കടപ്പെടരുത്. എന്നാലും ഇൻഷാല്ലാ 12 മണിക്ക് അപ്പുറത്തേക്ക് പോകാതെ ഞാൻ ശ്രദ്ധിക്കുമെന്ന് അറിയിക്കുന്നു. ഒരുപാട് ഇന്നലെ തുടങ്ങിയതിനേക്കാളും കുറച്ച് നേരത്തെയാണ് തുടങ്ങിയത്, എങ്കിലും അൽഹംദുലില്ലാഹ്
അല്ലാഹു പടച്ചതമ്പുരാൻ നമ്മുടെ സദസ്സിൽ ചെയ്യുന്ന സ്വതക്കുകൾ സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, റഹ്മാനായ രാജാതിരാജനായ കരുണക്കടലായ ഭരത്തവനെ, നമ്മുടെ ഈ സദസ്സിന്റെ സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാ. എന്ത് ആവശ്യം നീയത്ത് ചെയ്തുകൊണ്ട് ഈ ബക്കത്തിലേക്ക് സ്വതക്കയിടുന്നുവോ, എന്താഗ്രഹം മനസ്സിൽ കരുതിയിട്ട് സ്വതക്ക ചെയ്യുന്നുവോ, അത് പരിപൂർണമായും നീ നടത്തിക്കൊടുക്കല്ലാ. കടം കൊണ്ട് വലയുന്നവരാണെങ്കിൽ രക്ഷപ്പെടുത്തണേ അല്ല. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് കരകയറ്റണേ അല്ല. ഒരിക്കലും ഒരു നഷ്ടവും കൊടുത്തവരെ നീ കഷ്ടപ്പെടുത്തല്ലേ അല്ല. എല്ലാവരും വളരെ വേഗം നമ്മളാൽ കഴിയുന്ന നല്ല ഒരു സുറക്ക. എന്നാൽ അൽഹംദുലില്ലാഹ് ഏകദേശം എല്ലാവരും ഒരു 10-11,000 രൂപയോളം അൽഹംദുലില്ലാഹ് ഏകദേശമുള്ള സഹോദരങ്ങളൊക്കെ ഇന്നലെ ബക്കറ്റിൽ എല്ലാവരും കൂടി സഹകരിച്ചതിൽ സഹായിച്ചതിലുണ്ട്. ഇന്നലെ പിന്നെ സ്ത്രീകളൊന്നും ആദ്യ ദിവസമായതുകൊണ്ടൊന്നും കൊണ്ടുവന്ന് കാണൂല. ഇന്നിപ്പോ അവരും അൽഹംദുലില്ലാഹ് കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന ദുആഇന്റെ മജ്ലിസാക്കി അള്ളാഹു ഈ മജ്ലിസിനെ മാറ്റുമാറാകട്ടെ. 6ാമത്തെ വിഭാഗം, സമയക്കുറവ് കൊണ്ട് വിശദീകരണം ചുരുക്കി വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പരലോകത്ത് കടന്നു വരുന്ന 6ാമത്തെ വിഭാഗം ആവേശത്തോടെ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ, മഖ്തൂഇൽ ഹലാഖീനി വൽ അഖ്ഫിയാ, കഴുത്തും പിരടിയും മുറിക്കപ്പെട്ട് ഒലിയിലിങ്ങനെ ആടിക്കിടക്കുന്നവരായി വരികയാണ്. എത്ര മോശമാണ്, എത്ര മോശമാണ്, എത്ര മോശമാണ്. മുറിക്കപ്പെട്ടുകൊണ്ട്, പിരടി മുറിക്കപ്പെട്ടുകൊണ്ട്, വൃത്തികെട്ട രൂപത്തിൽ തൊലിയിൽ കിടന്ന് കഴുത്തും പിരടിയും ഇങ്ങനെ ആടിയാടി അള്ളാന്റെ കോടതിയിൽ വരുന്ന വിഭാഗമാ. വിധങ്ങൾ പറഞ്ഞു, മുആദേ, ഇതാരെന്നറിയോ? വഹും യജ്ഹദൂന അസ്സൂർ, വഹും യജ്ഹദൂന അസ്സൂർ. കള്ളസാക്ഷി നിന്നവനാണ്. കാണാത്ത കാര്യം ഞാനാ കണ്ടത് എന്ന് എവിടെയും തുറന്നു പറയാൻ ഇത് ഉറപ്പുള്ളതാ, എനിക്കറിയാമെന്ന് കള്ളസാക്ഷി പറയുന്നവർ. എന്തിന്റെയൊക്കെ പേരിൽ ഇതിലാണ് ഏറ്റവും അധികം വ്യഭിചാര ആരോപണം നടത്തുന്നവരെ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഗൾഫുകാരന്റെ ഭാര്യമാർ ഒരു സാരി ഉടുത്തുകൊണ്ട് പുറത്തിറങ്ങിയാൽ ആ പ്രിയപ്പെട്ട സഹോദരിയെ കുറിച്ച് ഓട്ടോ സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും നിന്നുകൊണ്ട് ചില ചെറുപ്പക്കാർ പറയും, അവനങ്ങ് പോയി, അവളിവിടെ തുടങ്ങി. എന്നിട്ട് മൊബൈൽ എടുത്തുകൊണ്ട് കൂട്ടുകാരൻ വിളിക്കുമ്പോ പറയും, നീ എന്തിനാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുക, നിന്റെ ഭാര്യ ഇവിടെ അറമാദിക്കല്ലേ എന്നിങ്ങനെ വിളിച്ചു പറയും. ഇത് അപകടത്തിന്റെ വാക്ക്. വ്യഭിചാരാരോപണം നടത്തുന്നവർ, തെറ്റുകളുടെ കൂത്തരങ്ങൾ പറഞ്ഞു പരത്തുന്നവർ, എന്തിനേറെ സംഘടനകളുടെ വളർച്ചയ്ക്ക് വേണ്ടി പരസ്പരം ആരോപണങ്ങൾ പറഞ്ഞ് അധിക്ഷേപം നടത്തുന്നവർ, അത് എത്ര വലിയ കെട്ടുകാരാണെങ്കിലും ശരി, പിയടി ഒടിഞ്ഞ് തൂങ്ങിയവരായി അള്ളാന്റെ കോടതിയിൽ വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആരോപണങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കണം. കള്ളസാക്ഷി എനിക്കറിയാൻ നല്ലോലെ എന്നു പറഞ്ഞിട്ടല്ലേ പറയാം. ഇത് അപകടത്തിന്റെ വഴിയാണ്. അവര് പിരടി പൊട്ടിയവരായി പരലോകത്ത് വരുമത്രേ. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, 8ാമത്തെ വിഭാഗം ആരാ? ദുഷിച്ചുമാറുന്ന തീഞ്ചലങ്ങൾ, ദുഷിച്ചുമാറുന്ന തീഞ്ചലങ്ങൾ വായിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവരാ. അവരാരാണ്? യംനഊന ശഹാദ, യംനഊന ശഹാദ. അവര് സത്യത്തെ തടഞ്ഞവരാണ്, സത്യത്തെ തടഞ്ഞവരാണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പോണു ഇത് ഞാൻ. അപ്പോ ചില ആൾക്കാർ പറയും, എടാ നീ അവിടെ പോകരുത്, അവര് പറയുന്നതൊക്കെ ശിർക്കാണ്, നീ ഞങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യത്തിന്റെ പണം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വലിയ കൊട്ടാരം വെച്ച്, വലിയ ബംഗ്ലാവ് വെച്ച്, ഏസിയുള്ള പള്ളികൾ അങ്ങോട്ട് വെച്ചിട്ട് അതിന്റെ മുന്നിൽ പാവപ്പെട്ട ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തുന്ന മുസ്ലിംവാദികൾ പഠിച്ചോ. അവര് പറയുന്ന വാക്ക് കേട്ടിട്ട് സത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരും ചിന്തിച്ചു. അവർ കള്ള കൊടുക്കുന്ന പരലോകത്തിന്റെ അവസ്ഥ എന്താ? സത്യത്തെ തടയുന്നവർ, ഒരു കാരണവശാലും സത്യത്തിന് കൂട്ടുനിൽക്കാത്തവർ. ഒരു പള്ളിയിൽ സലാത്ത് നടന്നാൽ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഒരു പള്ളിയിൽ ഹദ്ദാദ് നടന്നാൽ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഒരു പള്ളിയിൽ ഒരുമിച്ചുകൂടി ദീനിന്റെ പ്രവർത്തനങ്ങൾ നടന്നാൽ അതിനെ
ഇത് നശിപ്പിക്കണമെന്ന് രൂഢമൂലമായി തീരുമാനമെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന വിഭാഗം അല്ലാഹുവിന്റെ പരലോകത്ത് തന്റെ നാവിൽ നിന്ന് വായിൽ നിന്ന് ഇങ്ങനെ തീങ്കലം പൊട്ടിയൊഴുകുന്ന വിഭാഗമായി വരുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എട്ടാമത്തെ വിഭാഗം വരുന്ന രംഗം കണ്ടു. സുബ്ഹാനല്ലാഹ്, തലയുടെ ഭാഗത്ത് കാലുകളും കാലിന്റെ ഭാഗത്ത് തലകളുമായി തലകുത്തി മറിഞ്ഞ് തല കീഴായി കോലം മറിക്കപ്പെട്ടവരായി വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആരാ? പൊന്നാര നബിതങ്ങളോട് അല്ലാഹു ചോദിക്കും, നബിയെ ആരാ? തലകീഴായി കോലം മറിക്കപ്പെട്ടു പരലോകത്ത് വരുന്ന വൃത്തികെട്ട എട്ടാമത്തെ വിഭാഗം ആരാ? നബിതങ്ങൾ പറയുന്നു, വഹും യസ്നൂ, അവർ വ്യഭിചാരികളാ, അവർ വ്യഭിചാരികളാ, അവർ വ്യഭിചാരികളാ. ആരാണ് വ്യഭിചാരികളെന്നറിയോ? കല്യാണ വീട്ടിലേക്ക് പോയി വീഡിയോക്കാരന്റെ മുന്നില് ഒരുപാട് ചന്തം പ്രകടിപ്പിക്കുന്ന പെണ്ണേ, നീ വ്യഭിചാരിയാ. എറണാകുളം ജില്ലയുടെ ഇമ്മാനുവൽ ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനത്തിന് ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന സിനിമാ നടൻ വന്നപ്പോ ആ സിനിമാ നടന്റെ മുഖമൊന്ന് കാണാൻ, ആ സിനിമാ നടനെ ഒന്ന് തൊട്ടു നോക്കാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് 4 ഫാമിലിയാണ് കുടുംബസമേതം വന്നത്. പ്രിയപ്പെട്ടവരെ, മക്കളോടൊപ്പം ഭർത്താവിനോടൊപ്പം മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നത് 4 ഫാമിലിയാണ്. താനില്ലവരെ കാണിച്ചപ്പോൾ അതിലൊരു പെണ്ണ് പറയാ, ധരിച്ചിരിക്കുന്നത് വെറുതെ മക്കയൊക്കെ തന്നെയാണ്, അതിനൊന്നും കുറവൊന്നുമില്ല. പക്ഷേ ഒരു പെണ്ണ് പറയുന്നു, ഞാൻ ഷാരൂഖ് ഖാനെ തൊട്ടു. ആത്താക്ക് നീ വേറൊന്നും വേണ്ട, ഇത്ത പറയാ ഞാൻ ഷാരൂഖ് ഖാനെ തൊട്ടു. അതിനെങ്ങനെ നിങ്ങൾക്ക് അവസരം ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞത്, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ ഷാരൂഖ് ഖാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ, സെക്യൂരിറ്റി ഓണർ, അതുകൊണ്ട് പറ്റിയതാണ്. അതുകൊണ്ട് 2 ദിവസം മുമ്പ് ഒന്ന് എറണാകുളത്ത് ഒന്ന് അടിച്ചു പൊളിച്ച് അവസാനം ആ സിനിമാതകളെ ആരക്കത്തും ചെയ്തിട്ടാ 37 പിരിഞ്ഞിറങ്ങണേ. ഇതിൽ പരം വലിയ ഭാഗ്യം കിട്ടാനുണ്ടോ ഈ പെണ്ണിന്? നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ, ഇതൊക്കെ അള്ളാഹു കൊടുക്കുന്ന ഓരോ പണികളാ. അതിനകത്ത് വീട് പോയാലുണ്ടല്ലോ, നാറിയാലും തിരിച്ചു കയറാൻ പറ്റില്ല. എത്ര അവസ്ഥയാ! പണവും പവറും അല്ല കൊടുക്കുമ്പോ, പണവും സുഖവും ആനന്ദവും ആഡംബരവും അല്ല കൊടുക്കുമ്പോ ഒരു സെക്കൻഡ് കൊണ്ട് അതിന് മറക്കാൻ തോന്നില്ല. എത്രയോ പേരുണ്ട് വ്യഭിചാരികൾ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പാദയാത്രി 10 പൈസ കൊടുന്ന് വിളിക്കുന്നത് വരെ കാമുകയെ വിളിക്കുന്നത് വ്യഭിചാരമാണ്. അതെങ്ങനെ വ്യഭിചാരമാവുത്താറെ? നിന്റെ മധുരമുള്ള പെണ്ണിന്റെ മധുരമുള്ള ശബ്ദം നീ കാതുകൊണ്ട് കേൾക്കുന്നതും വ്യഭിചാരമാണ്. അതെങ്ങനെ വ്യഭിചാരമല്ലാതാകുന്നത്? വ്യഭിചാരമാണ്. അതിലൂടെയാണ് വ്യഭിചാരം ഉണ്ടാകുന്നത്. നോട്ടമുണ്ടല്ലോ, നോട്ടം. ആ നോട്ടം ഇബ്ലീസിന്റെ ഒരു അമ്പാണത്രേ. നരകത്തിൽ മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ഒരു അമ്പാണ്. ആദ്യം ഇങ്ങനെ നോക്കൂ, പിന്നെ ഒന്നും കൂടി നോക്കൂ, പിന്നെ അടുത്തു പോയിട്ട് ചോദിക്കും, ഇവിടെ കണ്ണു മറന്നു കൊടുത്തു. പുരുഷന്മാരുടെ ഫസ്റ്റ് ഡയലോഗ് ഇതാ, അള്ളാഹ് താത്തമാരെ വീണു പോകും. ഒരു പലതും പറയും, ഇവിടെ കണ്ടു മറന്നു കൊടുത്തു. അക്കടി പുറത്തുള്ള ഇല്ല, വളാഞ്ചേരി വളാഞ്ചേരി ശുക്കൂന്റെ കല്യാണത്തിന് ഇല്ല, കല്യാണത്തിന് ഞാൻ വന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ നിൽക്കാൻ ഇങ്ങനെ പരിചയം പറഞ്ഞിട്ട് അവസാനം എന്നാലും കുഴപ്പമില്ല, എന്നാലും കണ്ടതല്ലേ, ഇവിടെ താമസം, വീടെവിടെ, മൊബൈൽ എയർടെല്ലാണോ BPL ആണോ APL ആണോ എന്നൊക്കെ ചോദിച്ചു. സിമ്മം മാറ്റി എന്റെ പ്രിയമുള്ളവരെ, ആ നമ്പരും മാറ്റിട്ട് പതുക്കെ അവിടെ നിന്ന് മുങ്ങിയാൽ പിന്നെ രാത്രി 11:30 മണിയാകുമ്പോ ട്രെൻഡ് മെസ്സേജ് അയക്കും, എന്നെ മറന്നുപോയോ? ആരാ ഇക്ക പുതിയ സിനിമ എവിടെ നിന്ന് ഓർമ്മിച്ചാലും മറന്നുപോയതാ. പിന്നീട് ഈ കമ്പനി ഇങ്ങനെ വളരുകയാണ്. അങ്ങനെ വളർന്ന് ഇന്ന് മൗലിദിന്റെ ഇതലിൽ വരെ തുണിയില്ലാത്ത ആൽബം പാട്ടുകളാണ്. ജബിദിന കലാപരിപാടിക്ക് പ്രിയമുള്ളവരെ, എന്റെ ഒരു കൂട്ടുകാരൻ ജഡ്ജസായിട്ട് മാർക്കിടാൻ പോയി. ഒരു കുട്ടി കയറിയിട്ട് പാടുക, അലൈക്കും, അത് 4 വരി പാടിയിട്ട്, പറസാന എന്നെ മറന്നോ, നെഞ്ചകം വിട്ട് പറന്നോ. ഇത് കേൾക്കുമ്പോ ഉപ്പാപ്പുകാരൊക്കെ എന്തു കോലമാ പ്രിയപ്പെട്ടവരെ! ഇതാരാ ഉണ്ടാക്കി കൊടുത്തത്? എത്ര വലിയ ഈമാനുള്ളവന്റെ മക്കളാണെങ്കിലും ഇത് സ്വലാത്തിന്റെ പഴയകാലം മുതൽ ഉപ്പമാരി ചൊല്ലിയ ബൈത്തിനെ കളിയാക്കല. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനുണ്ടാക്കിയ ആൽബം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല.
ഇത് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ മഹാന്മാര് ചൊല്ലിയ ഇശലുകളാ. അതിലങ്ങോട്ട് പെണ്ണിന്റെ തൊലിവെളുപ്പും മുടിക്കൊഴുപ്പും ഒക്കെ എഴുതി അങ്ങോട്ട് വെച്ചിട്ട് വളരെ അപകടമാണ്. ശ്രദ്ധിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ശരിക്കത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ അവരായിരിക്കും എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോകും. ഷുക്കൂർ സുന്ദരനാണെന്ന് പറഞ്ഞതിനെതിരെ കേസ് കൊടുത്ത് ഒരു പരിവായതിപ്പോ അവനിപ്പോ കാണാൻ പോകില്ല. അള്ളാഹ് ഇപ്പൊ അടുത്ത ഇവരായിരിക്കും ആര് കേസ് കൊടുത്താലും പ്രിയമുള്ളവരെ പറയാനുള്ളത് പറഞ്ഞതേ പറ്റുള്ളൂ. ഇത് ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ. ഉമ്മമാർക്ക് വിചാരിച്ചിരിക്കുന്നത് ആ 4 വരിയുടെ അർത്ഥമെന്നാ. റസൂലുള്ളാഹിയുടെ ഭാര്യയുടെ വരുന്ന വിചാരിച്ചിരിക്കും അവസാനം. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ വരികൾ കൊണ്ട് ഇങ്ങനെ ഓമനിക്കുമ്പോ വ്യഭിചാരത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണ്. എത്ര പേരാണ്, എത്ര പെണ്ണുങ്ങളാണ് ആൽബത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. 17ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികൾ വാഗമരത്തിന്റെ ചോട്ടിലും റബ്ബർ തോട്ടത്തിലും കാമുകന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് പാട്ടിന്റെ ചുവട് വെക്കുമ്പോ പ്രിയപ്പെട്ട പെണ്ണ് വിചാരിക്കും 10 ആൽബത്തിൽ അഭിനയിച്ചാൽ എനിക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടിയാലോ. അതിനു വേണ്ടിയിട്ട് ഉമ്മയും ഉപ്പയും മോളെ പറഞ്ഞുവിടാ. നിന്റെ ഗ്ലാമർ കണ്ടിട്ട് സിനിമക്കാരി വിളിക്കട്ടെ, ഉമ്മാക്ക് കുടയും പിടിച്ച് കൂടെ പോവാലോ. അങ്ങനെ പോവാം. അത് ദുനിയാവല്ലേ, പരലോകം പടച്ചവനൊക്കെ അള്ളാന്റെ പരലോകത്തല്ലേ, കബറിലല്ലേ. അതിന് എത്ര കൊല്ലം കഴിയണമെന്ന് ചിന്തിച്ചിട്ട് ദുനിയാവിന്റെ കളിപ്പൊട്ടിലിൽ വിചാരത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരെ അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കട്ടെ. വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ വഞ്ചിക്കുന്നവർ, ആ വിദേശ രാജ്യത്ത് പോയിട്ട് നാട്ടിലുള്ള ഭാര്യമാരെ മറന്നുകൊണ്ട് പുലിവെളുപ്പുള്ള അറബി പെണ്ണുങ്ങൾക്ക് വേണ്ടി കെട്ട് കിടക്കറ പങ്കിടുന്നവര് എല്ലാ സൂക്ഷിച്ചോ. വ്യഭിചാരം വല്ലാത്ത അപകടമാണ്. അവർക്ക് പരലോകത്ത് അല്ലാഹു കൊടുക്കുന്ന അദാബ് അതേ കാൽഭാഗത്തിനടിയിൽ തല വരുന്നു, തലയുടെ മുകളിൽ കാല് വരുന്നു. പറഞ്ഞാലും വിശദീകരിച്ചാലും തീരാത്ത രൂപം പെരപ്പെടുത്താൻ പറ്റാത്ത കോലത്തിൽ അല്ലാഹു കൊണ്ടുവരികയാ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 9ാമത്തെ വിഭാഗം പൊന്നാര നബിതങ്ങൾ പറയുന്നു, മുത്തൂജുഹും മംലൂഅത്തും മിനന്നാർ. തീ കൊണ്ട് നിറയ്ക്കപ്പെട്ട വയറുകൾ. തീ മാത്രമേ ആ വയറ്റിനകത്തുള്ളൂ. തീ മാത്രമേ വയറ്റിനകത്തുള്ളൂ. സുബ്ഹാനല്ലാഹ്. തീ വയറ്റിന്റെ അകത്ത് പോകുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേ. വയറ്റിന്റെ അകത്ത് നിന്ന് കത്തിക്കാറി വരുന്ന പടർന്നു പിടിക്കുന്ന തീനാളത്തെ കുറിച്ച് ചിന്തിച്ചേ. ഇവരാരാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹും യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമാ. യതീമീങ്ങളുടെ സ്വത്ത് വെട്ടിപ്പിടിച്ചും തിന്ന് നാട്ടിൽ വയറ് വളർത്തി, വീട് വളർത്തി, വലിയ വണ്ടിയെടുപ്പ്, അനാഥ മക്കളുടെ പേര് പറഞ്ഞ് വലിയ കൊട്ടാരത്തിന്റെ അധിപനായി ദുനിയാവിൽ ജീവിച്ചവൻ അല്ലാഹു വയറ്റിന്റെ അകത്ത് തീ കൊണ്ട് പരലോകത്ത് കൊണ്ടുവരും. എന്റെ പ്രിയമുള്ളവരെ, ഇവിടുത്തെ പ്രിയപ്പെട്ട സംഘാടകരോട് ഞാൻ ചോദിച്ചു, ഈ 60 പേരെ നിങ്ങൾ കണക്കാക്കിയല്ലോ അരി കൊടുക്കാൻ. അവര് പറയുന്നു, സാറേ തീർത്തും അർഹതപ്പെട്ട് അങ്ങോട്ട് അപേക്ഷ കൊടുത്തവരെ മാത്രമേ ഒരു അരി കൊടുക്കുള്ളൂ. എനിക്കും നിങ്ങൾക്കും 6 കിലോ അരി ഒരു മാസം വേണമെന്ന് ഒരു സ്ഥലത്ത് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുമ്പോൾ വേണം എന്ന് ഞാനും നിങ്ങളും അപേക്ഷ കൊടുക്കണമെങ്കിൽ എത്രത്തോളം ദാരിദ്ര്യം നമുക്ക് വേണം? ചിന്തിച്ചു നോക്കി. എത്രത്തോളം ദാരിദ്ര്യം നമുക്ക് വേണം? ഒന്ന് ആലോചിച്ച് നോക്കി. അത്രത്തോളം കഷ്ടപ്പാട് വന്ന 60 വീടുകാർ. അതിപ്പോ 75 അപേക്ഷയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആയ്ക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ പൈസ കൊടുക്കണ്ട. അതിനുവേണ്ടി നിങ്ങൾ പൈസ കൊടുക്കണ്ട. മറിച്ച് അതിനുവേണ്ടി നിങ്ങൾ അരി തന്നെ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ മതി. നിങ്ങൾ കൊണ്ട് കൊടുത്തോ. നിങ്ങൾ പറയണ സ്ഥലത്ത് സംഘാടകർ ഫോൺ വിളിച്ച് നിങ്ങൾ പറയുമ്പോൾ അവിടെ വന്നെടുക്കൊണ്ടു പറയണ കടയിൽ നിന്ന് എടുത്തുകൊണ്ടുവരും. അരി തന്നെ. അതിൽ വേറെ കള്ളമില്ല, അതിൽ വേറെ കൃത്രിമത്വമില്ല. പൈസ പിരിച്ചെടുക്കുമ്പോഴല്ലേ അതിൽ കണക്കിൽ വ്യത്യാസമുണ്ട്. 5 ചാക്കരി ഞങ്ങൾ കൊടുക്കുക. 5 ചാക്കരിയും ഈ 60 വീട്ടുകാരുടെ പള്ളിയിലേക്ക് മാസാമാസം എത്തിക്കാൻ ഉത്തരവാദിത്വം ശിഹാബ് തങ്ങളെ സാക്ഷി നിർത്തി. ആ റൂഹിനെ സാക്ഷി നിർത്തിയിട്ട് സംഘാടകൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഒരിക്കലും മുടങ്ങൂല. അതിലൊരാൾ സങ്കടത്തോടുകൂടി പറഞ്ഞു, സാറേ അത് മുടങ്ങാതെ മരിക്കണവരെ പോണം നമുക്ക്. അതെങ്ങനെ മുടങ്ങാനാണ്? സമാധാനം ഇങ്ങനെയാണെന്ന് ലോകത്ത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ നേർക്കുവേൽ കൂടിയിട്ട് കാണിക്കണം. ഇതാണ് ലോകത്തിന്റെ സമാധാനം. എത്ര രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്ക്. ആരെയെങ്കിലും കുറ്റം പറയാതെ ഒരു ദിവസം നമുക്ക് തള്ളി നീക്കാൻ പറ്റും. ഏത് പാർട്ടി പ്രവർത്തിച്ചാലും എന്തെങ്കിലും പറഞ്ഞേ പറ്റും.
ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുത്തരം വീഴൂല. അവരാരാണ്? പ്രവാചക പരമ്പരയുടെ 40ാമത്തെ തലമുറയിലെ വെള്ളി നക്ഷത്രമായി പ്രശോഭിക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പ തുടങ്ങി വെക്കുന്ന ഈ പരിപാടിക്ക് എങ്ങനെയാണ് നഷ്ടം വരിക? ഒരിക്കലും വരൂല. അല്ലാഹുവേ, അതിനുവേണ്ടി പാവപ്പെട്ടവർക്ക് അരി കൊടുക്കാൻ, പാവപ്പെട്ടവർക്ക് അരി വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലല്ല, അവർക്കൊരിക്കലും നീ ഗതികേടും ദാരിദ്ര്യവും കൊടുക്കല്ല തമ്പുരാനെ. ഒരു മാസത്തെ ചിലവിന് ഒരു 17,000 രൂപ വരും. ഒരു മാസത്തെ ചിലവിന്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ഒരാൾ മാത്രം അത് ഒരു മാസത്തത് ഒന്ന് ഏറ്റെടുക്കാൻ. 12 മാസത്തിൽ ഇനി വരുന്ന ഒരു മാസത്തിൽ ഏത് മാസമെന്ന് നിങ്ങൾ സംഘാടകരോട് പറഞ്ഞു. അരി തന്നെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഒരാളിപ്പോ പറയുന്നത് വിഷയം ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ചോദിക്കാം. ഒരാൾ ബറക്കത്തിന് 17,000 രൂപ കൊടുത്തുകൊണ്ട് ഒരു മാസത്തിന് 60 പേർക്കുള്ള 6 കിലോ അരി വെച്ച് ഒരു മാസത്തിൽ 60 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാൻ ഒരു 17,000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബറക്കത്തിനെടുത്ത് നിന്നാൽ ഇൻഷാ അല്ലാഹ് ആ സഹോദരന്റെ കണ്ണുനീരോട് ഈ നിറഞ്ഞ മജ്‌ലിസ്, പൊരുത്തമുള്ള മജ്‌ലിസ്, അഹ്ലു ബൈത്തിന്റെ രാജകുമാരന്റെ തലോടലുള്ള മജ്‌ലിസ്, ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഒരാൾ ഇത്രയും സഹോദരങ്ങളിൽ അത് അരിയായിട്ട് തന്നെ കൊടുത്താൽ മതി, കാശ് കൊടുക്കണ്ട. നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വേണമെങ്കിൽ കൊടുക്കുന്നതിന്റെ അന്ന് നിങ്ങൾ അടുത്ത് വന്നിരുന്നിട്ട് നിങ്ങൾ നോക്കിക്കോ. സഹോദരങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അത്രയ്ക്ക് അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നു. 1 രൂപന്റെ അരിയല്ല, നല്ല വില പിടിപ്പുള്ള അരി തന്നെ കൊടുക്കാൻ ഒരാണോ ഒരു പെണ്ണോ ഈ സദസ്സിന്റെ ബറക്കത്തിന് വേണ്ടി ഒരു വാക്ക് എനിക്ക് ആദ്യം തരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരെ പരലോകത്ത് 12ാമത്തെ വിഭാഗത്തിലാക്കി അള്ളാഹു മാറ്റട്ടെ. ഒരു പ്രിയപ്പെട്ട സഹോദരൻ Thank you.